എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ബർഗറിന്റെ റെസിപ്പിയാണ്. നമ്മുടെ ചിക്കൻ പാറ്റിയും ചിക്കൻ ബർഗറിന്റെ ബന്നും എല്ലാം നമ്മൾ വീട്ടിലാണ് ചെയ്യാൻ പോകുന്നത്. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ബർഗർ ബന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് 3 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ ബട്ടറും, 1/2 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാര കൂടിയിട്ട് ഫെർമെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മൈദയിൽ ഈ ഫെർമെന്റ് ചെയ്ത മിക്സ്ചർ കൂടി ഒഴിച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം. ഇത് നന്നായി കുഴച്ച് ഒരു 4 മണിക്കൂറെങ്കിലും വെച്ചാലാണ് നന്നായി ഫെർമെന്റ് ആയി പൊന്തി വരുള്ളൂ. പിന്നെ ബാക്കി ആവശ്യത്തിന് പാലാണ് ചേർക്കുന്നത്, വെള്ളമല്ല ചേർക്കുന്നത്. മൊത്തം 1/2 കപ്പ് പാലോളം എടുത്തിട്ടുണ്ടാവും. ഇപ്പൊ കുഴച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ബർഗർ പാറ്റിയുടെ പ്രിപ്പറേഷൻ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1/4 കിലോ ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ സോയ സോസ്, 2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 2 ടീസ്പൂൺ ഒറിഗാനോ പൗഡർ. ചിക്കൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്താണ്. അപ്പോൾ അത് അധികം നല്ല പേസ്റ്റ് ആവാതെ കുറച്ച് തരിയുള്ള ലെവലിലാണ് കേട്ടോ, കുറച്ച് കട്ടയായിട്ടുള്ള ലെവലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഉപ്പ് ഞാൻ ഇപ്പം ചേർക്കാത്തത് എന്താ വെച്ചാൽ സോയാ സോസിൽ ഉപ്പ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതൊന്ന് കുഴച്ചതിൻ്റെ ശേഷം ഇതിൽ ഉപ്പ് എത്രത്തോളം ഉണ്ടെന്നനുസരിച്ചിട്ട് അതിൻ്റെ ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ചില സോയാ സോസിൽ ഉപ്പ് കുറവാവും, ചിലതിൽ കൂടുതലാവും. അപ്പോൾ അതിലെങ്ങനെയെന്ന് നമുക്കറിയില്ലല്ലോ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിതിലൊരു 1/4 ടീസ്പൂണോളം ഉപ്പയാണ് യൂസ് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനെ നമുക്കൊന്ന് ഉരുട്ടി ഒരു പാറ്റിയുടെ ഷേപ്പ് വട്ടത്തിലാക്കി എടുക്കാൻ പറ്റുന്ന പാകമായാൽ നമുക്ക് ബർഗറിൻ്റെ പാറ്റി ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂടി എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിലാണ് ചെയ്യുന്നത്. അതിലിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യാണ്. അതാകുമ്പോൾ കറക്റ്റ് നമുക്ക് ആ ഷേപ്പ് കിട്ടും. നമ്മുടെ കയ്യിൽ തന്നെ ചെയ്യുമ്പോൾ അത്ര ഷേപ്പ് കിട്ടില്ല. ഇതേപോലെ നമുക്ക് എല്ലാതും ചെയ്ത് എല്ലാ പാറ്റിയും റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു 10 പാറ്റി വരെ എനിക്ക് ഈ 1/4 കിലോ ചിക്കനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ബ്രെഡ് പൊടിച്ചത് എടുക്കാം. ഒരു മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പാറ്റി മുട്ടയിൽ മുക്കിയിട്ട് ക്രംസിലൊന്ന് മുക്കിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്രംസിൽ വല്ലാണ്ട് കോട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇത് നേരെ ഫ്രീസറിലേക്കാണ് പോകുന്നത്. പിന്നെ നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് രാവിലെ തന്നെ ഇങ്ങനെ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് രാത്രി ചെയ്യാൻ എളുപ്പമാവും. ഇനി നമ്മുടെ ബർഗർ ബന്നിൻ്റെ പ്രിപ്പറേഷനിലേക്ക് തന്നെ പോവാട്ടോ. അപ്പോൾ അത് മാവൊക്കെ പൊന്തി നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഓരോ ബന്നിൻ്റെ ഷേപ്പിൽ ബോളാക്കിയിട്ട് എടുത്തിട്ട് നമുക്ക് ബന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. കൈ വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്ത് ബന്നിൻ്റെ ഒരു ഷേപ്പ് കൊടുക്കുകയാണ് ഏകദേശം. എന്നിട്ട് ഗ്രീസ് ചെയ്ത ബട്ടർ വെച്ചിട്ട് ഗ്രീസ് ചെയ്ത ഒരു പാനിലേക്ക്, ഞാനിവിടെ കേക്കിൻ്റെ 10 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കുറച്ച് അധികം ബന്ന് ഒന്നിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ഓരോ ബന്നും ഈ കേക്കിൻ്റെ ടിന്നിലേക്ക് വെക്കുമ്പോൾ ഗ്യാപ്പ് ഇടണം, ഇടയിൽ സ്ഥലം ഉണ്ടാവണം. കാരണം നമ്മളിപ്പോൾ തന്നെ ഇത് ബേക്ക് ചെയ്യില്ല, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത് പൊന്താനുള്ള ഒരു സ്പേസ് അതിന് കൊടുക്കണം. അപ്പം ഞാൻ ഈ ടിന്നിൽ എല്ലാ ബന്നും വെച്ചിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ ഇതിവിടെ ഇരിക്കട്ടെ.
അപ്പോൾ അതിന് മുമ്പ് നമുക്കൊന്ന് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതിവിടെ വെക്കാം. ബട്ടറിനെ ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു തുണി വെച്ചിട്ട് മൂടിയിട്ട് വേണം കേട്ടോ വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോവും. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് എടുക്കാം. കണ്ടോ, ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെള്ള എള്ള് ഇട്ട് കൊടുക്കാം. ബർഗർ ബണ്ണിൻ്റെ മുകളിൽ കണ്ടിട്ടില്ലേ വെള്ള എള്ള്, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ള എള്ള് ഇട്ട് കൊടുക്കാം. ഇനി ഇത് സ്റ്റവ് ടോപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അലുമിനിയത്തിൻ്റെ പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഒരു 25 മിനിറ്റ്സോളം ഇതിങ്ങനെ അടഞ്ഞിരിക്കട്ടെ കേട്ടോ. ഇപ്പം ഞാനൊരു 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇത് തുറന്നുണ്ട്. ഇനി ഇതിലൊന്ന് എഗ് വാഷ് ചെയ്യാണ്. ഒരു മുട്ട അടിച്ചിട്ട് അതൊന്ന് മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. മുകളിൽ നന്നായി ബ്രൗൺ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇരുപത്തഞ്ച് മിനിറ്റ് ആയിട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്തുണ്ട്, പക്ഷെ മുകളിൽ ബ്രൗൺ ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പോട്ടിൻ്റെ ടോപ്പ് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്താൽ ചൂടായി കിട്ടും, നല്ല ബ്രൗൺ ആയി കിട്ടും. ഇത് കണ്ടോ, ഞാനിപ്പോൾ അത് അങ്ങനെ ചെയ്തപ്പോൾ ഇതിൻ്റെ മുകളിൽ നന്നായി ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. നമ്മളെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേപോലെയുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ബർഗർ പാറ്റീസ് ഫ്രൈ ചെയ്യാൻ പോവാണ്. ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുക. ഇത് ഡീപ്പ് ഫ്രൈ അല്ല, ഷാലോ ഫ്രൈ ആണ്. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. വെളിച്ചെണ്ണ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ബർഗറിലൊക്കെ വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് ടേസ്റ്റൊക്കെ വരുമ്പോൾ അത്ര ശരിയാവില്ല. ഓയിലാണ് എപ്പോഴും ബർഗർ നമ്മൾ പൊരിക്കാൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ബർഗറൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇത് അസംബിൾ ചെയ്യാൻ തുടങ്ങാം. ബന്നും പാറ്റീസ്, പിന്നെ കെച്ചപ്പ്, മയണൈസ് വീട്ടിൽ ചെയ്തതാണ്. പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ക്യാപ്സിക്കം, തക്കാളി, സവാള, കുക്കുംബർ, ചീസ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസും എടുത്തിട്ടുണ്ട്. മൊസറല്ല ചീസ് കുറവ് അളവാട്ടോ. ബന്ന് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മയണൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മയണൈസ് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്തതാണ്, മുട്ട വെച്ചിട്ടുള്ള മയണൈസാണ്. ഇനി ബർഗർ പാറ്റി വെച്ച് കൊടുക്കാം. പിന്നെ സവാള, ഇതിൽ നമുക്ക് സ്ലൈസ് ചീസ് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. ബർഗറിൽ സ്ലൈസ് ചീസ് ഇല്ലാത്ത ബർഗേഴ്സ് പറഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ തക്കാളിയും ക്യാപ്സിക്കവും എല്ലാം വെച്ചിട്ട് ലെറ്റ്യൂസ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. ലെറ്റ്യൂസ് കിട്ടിയില്ല. കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മൊസറല്ല ചീസ് കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഗ്രില്ല് ചെയ്യണം കേട്ടോ. നമ്മൾ ഒന്നും കൂടി ഓവനിൽ വെക്കണമെങ്കിൽ ഓവനിൽ വെക്കാം, അല്ലെങ്കിൽ ആ പോട്ടിൽ തന്നെ ഒന്ന് ഇറക്കി വെച്ചാൽ നല്ല ഉള്ളിലെ ചീസ് മെൽറ്റായിട്ട് അടിപൊളിയായി വരും. ഇതുപോലെ നമുക്ക് എല്ലാ ബർഗറും ചെയ്തെടുക്കാം. വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ എടുക്കാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫ്രൈസും ബർഗറും എല്ലാം വീട്ടിൽ ചെയ്തതാണ്. ഈ ഫ്രൈസിൻ്റെ റെസിപ്പി ഇതിന് ശേഷം ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും മറക്കാതെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.